bird on a tree. I'm just sitting. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഒരു സർക്യൂട്ട് ആദ്യം ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 7805 റെഗുലേറ്ററൈസ് വേണം. പിന്നെ അതുപോലെ ഒരു TIP 122 ഒരു ട്രാൻസിസ്റ്റർ വേണം. പിന്നെ ഒരു 10K ohms റെസിസ്റ്റൻസ്, അതുപോലെ 1K. പിന്നെ അതുപോലെ ഒരു PC 817 എന്ന് പറയുന്ന ഒരു ഒക്ടോ കപ്ലർ IC വേണം. പിന്നെ അതുപോലെ ഒരു LED. പിന്നെ അതുപോലെ ഒരു 1N4007 എന്ന് പറയുന്ന ഒരു ഡയോഡ്. പിന്നെ നമ്മുടെ സെൻസർ, ഒരു IR സെൻസർ. പിന്നെ അതുപോലെ ഒരു കണക്ടർ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത്. പിന്നെ അതുപോലെ ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോയിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രോയിങ് നമ്മൾ ഒരു ചെറിയൊരു PCB ബോർഡിലേക്ക് ഇതുപോലെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഈ കമ്പോണൻസ് എല്ലാം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു IR ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു LED വഴിക്കാണ് PC 117 എന്ന് പറയുന്ന ഈ ഒരു ഒക്ടോ കപ്ലർ വഴിക്ക് TIP 122 ആക്ടിവേറ്റ് ആവും. അതിൻ്റെ ഔട്ട്പുട്ടിലാണ് നമ്മളിവിടെ സോളിനോട് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോസായിട്ട് ഇവിടെ ഒരു ഡയോഡ് കൊടുത്തിട്ടുണ്ട്. അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വളരെ സിമ്പിൾ സർക്യൂട്ടാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു ഒരു സ്റ്റാൻഡിലൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു സർക്യൂട്ടിൻ്റെ കൂടെ ഒരു Arduino നാനോയും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. ഇത് വെച്ചിരിക്കുന്നത് ഒരു ടൈമിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ സെൻസറിന് മുമ്പ് കൈ മാറ്റിയില്ലെങ്കിലും കോയിൽ ഓഫ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമർ കോഡാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു Arduino ഇല്ലാത്ത സ്ഥിതിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസറിന് മുമ്പ് നമ്മൾ കൈ എടുക്കണം. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൈ എടുക്കാൻ പറ്റും. കൈ എടുത്ത വശം തന്നെ അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അത്രയും ഫാസ്റ്റായിട്ട് തന്നെ സ്വിച്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് TIP 122ൻ്റെ ബേസിലേക്ക് ഈ Arduino എന്ന് വരുന്ന സിഗ്നലാണ് ഈ ഒരു 10K റെസിസ്റ്റൻസ് വഴിക്ക് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡൊക്കെ ഞാനിതിൽ നമുക്ക് ലിങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമുക്ക് സെൻസറിന് മുമ്പ് നമ്മൾ കൈയെടുത്തില്ലെങ്കിലും സ്പോട്ടിൽ തന്നെ ഓഫ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു അടിഭാഗത്ത് ഒരു ഹോൾ അടിക്കണം. ഒരു 6 mm ഒരു ഹോൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതൊരു വുഡിൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഹോളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ബോട്ടിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് നമ്മൾ ഈ വുഡിൻ്റെ മുകളിൽ വെക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് വുഡിൻ്റെ മുകളിൽ ഇരിക്കും. അപ്പോൾ നമുക്കതും ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിനടുത്ത് അടിയിൽ സോളിനോട് വാൽവ് വെക്കാണ്ട്. ഇതാണ് സോളിനോട് വാൽവ്. അപ്പോൾ ഈ വാൽവ് ഞാനൊരു വുഡിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സെൻറ്റർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം നമ്മളിത് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. Like a bird on a tree. I'm just sitting. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ബോർഡിനെ ഇവിടെ നിന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സോളിനോട് വാൽവിൻ്റെ ഈ ഒരു കണക്ഷൻ നമ്മൾ ഈ ടെർമിനലിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് 2 വോൾട്ട് സപ്ലൈ വരുന്നത്. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഡയോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോട്ടിൽ സാനിറ്റൈസർ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം.
bird on a tree. I'm just sitting here. I got time. It's clear to see from up here. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നതും Arduino വെച്ച് ചെയ്തതിൻ്റെ വ്യത്യാസം നമുക്ക് നോക്കാം. ആദ്യം ചെയ്തത് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് സ്റ്റോപ്പായിരുന്നുള്ളൂ. പക്ഷേ Arduino വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് കൈ എടുത്തില്ലെങ്കിലും പിന്നെ അടുത്തതായിട്ട് സാനിറ്റൈസർ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ ഒരു ടൈമർ കോഡ് നമ്മളതിൽ ആഡ് ചെയ്തുകൊണ്ട് കൃത്യം ആ ഒരു നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിലേക്ക് കൃത്യമായിട്ട് അത് ഓഫ് ആവുന്നതാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ അറിയുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് നമുക്കൊരു ട്രാൻസ്ഫർ വെച്ച് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇത് രണ്ട് മോഡൽ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡയഗ്രാംസൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സാനിറ്റൈസറിൻ്റെ ഒത്തിരി വേരിയേഷൻ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാത്തവരൊന്ന് പോയി കാണുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.